ഉമ്മയ്ക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഈ അഫാൻ അറിയിച്ചിരുന്നോ എപ്പോഴെങ്കിലുമൊക്കെ? അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് വരാറുണ്ടോ ഇങ്ങോട്ട്? വരാറുണ്ട്. ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമോ അതോ? ഇടയ്ക്കിടയ്ക്കൊക്കെ വരും, കാണാൻ വരും. എല്ലാവരും വലിയ സ്നേഹത്തിലായിരുന്നു എല്ലാവരും? സ്നേഹത്തിലായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് അത്തരത്തിൽ എന്തെങ്കിലും വഴക്കുകളോ? പ്രതീക്ഷയെ ആർക്കും ഇല്ലായിരുന്നു. അങ്ങനെ പ്രതീക്ഷയില്ലായിരുന്നു. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. സാമ്പത്തിക പ്രയാസം ഇവർക്ക് കുടുംബത്തിനുണ്ടോ? ഉണ്ടായിരുന്നു. ഇവരൊക്കെ സാമ്പത്തിക സഹായം തേടിയിട്ടുണ്ടായിരുന്നു? നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. ഈ ഇദ്ദേഹമായിട്ട് ലത്തീഫ് എന്ന് പറഞ്ഞ അനിയനുണ്ടല്ലോ, അദ്ദേഹമായിട്ട് എങ്ങനെയായിരുന്നു? വലിയ അടുപ്പമായിരുന്നു. അവൻ ആഴ്ചയോളം പോകുമായിരുന്നു. അവരുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. എങ്ങനെ ഒരു പൊതുവെ തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ലായിരുന്നോ ഈ അഫാൻ? എത്ര വലിയ ഓപ്പണായിട്ട് സംസാരിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ നേരത്തെ നമ്മൾ സംസാരിച്ചവർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച വന്ന് ഉമ്മയോട് മോതിരം സ്വർണ്ണം എന്തോ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞാണ് ഞാനും അറിഞ്ഞത്. ചോദിച്ചിരുന്നെന്ന് പറഞ്ഞു. ചോദിക്കുമ്പോഴൊക്കെ സഹായിക്കാറുണ്ടായിരുന്നു? ഇക്കോട് വന്ന് സാമ്പത്തികമായ സഹായം ചോദിച്ചിട്ടുണ്ടോ? എന്നോടാ? ഉണ്ടായിരുന്നു. എന്താണ് ഇങ്ങനൊരു കൃത്യത്തിലേക്ക് പോകാൻ കാരണമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്നും സാമ്പത്തികമായിട്ടുള്ള ഇത് അറിയാം, അല്ലാതെ മറ്റുള്ളതിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ല. ഈ തങ്ങളുടെ അനിയൻ റഹീം, അദ്ദേഹം എന്താ ഈ വിദേശത്ത് വരാൻ പറ്റാതെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആണെന്ന് പറഞ്ഞു. ബന്ധപ്പെടാറുണ്ടോ? ഞാനുമായിട്ട് ബന്ധപ്പെടാറില്ല. ഉമ്മായുമായിട്ട് വല്ലപ്പോഴൊക്കെ വിളിക്കും. അവിടെ എന്തൊക്കെയോ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് നാട്ടിൽ വരാൻ ഒക്കണില്ല എന്ന് പറഞ്ഞു. ഈ മകൻ അങ്ങോട്ട് പോവാറുണ്ടായിരുന്നു? 6 മാസം അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്യായിരുന്നു അപ്പോൾ? ഈ ഇടയ്ക്ക് ഇവിടെ വരുമായിരുന്നു എന്ന് പറഞ്ഞു. വേറെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു? ഏതാ ഒരു കമ്പനിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത്. ഒരാഴ്ച എങ്ങാണ്ട് പോയില്ല. അങ്ങനെ പിന്നെ അവർ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ഈ മരണപ്പെട്ടതിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള അല്ലാത്ത ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്, പെൺ സുഹൃത്താന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയെ കുറിച്ച് ഇപ്പോഴാണ് അറിയുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു വിവരമില്ലായിരുന്നു. ആ വിവരം പ്രശാന്ത്, ഇപ്പോൾ പാങ്ങോട് സൽമാ ബീവിയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണോ? ഫോറൻസിക് വിരൽ അടയാള വിദഗ്ധരൊക്കെ എത്തിയിട്ടുണ്ടോ?